ഒരു ചെറുപ്പക്കാരനാ ഇവൻ. ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. വസുമതി, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനില്ല രാഘവേട്ട. നിങ്ങളുടെ മകൾ പ്രീതിയും എന്റെ മകൻ അർജുനും വളരെ കുറച്ചു കാലമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ദാമ്പത്യ സുഖം എന്താന്ന് അറിഞ്ഞിട്ടില്ല ഇവൻ. എന്നിട്ടും ജീവിതകാലം മുഴുവൻ ഭാര്യയുടെ വിഴുപ്പ് ചുമക്കണമെന്ന് പറഞ്ഞ അമ്മേ, ഇനി ഒരക്ഷരം മിണ്ടരുത്. ഇറങ്ങി ഓടുന്നു. അർജുൻ, ഞാൻ നിനക്ക് വേണ്ടിയാ. മനസ്സിലായമ്മേ? ദാമ്പത്യ സുഖമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ചിത്രയുടെ ജനനത്തിന് ശേഷം അധികം വൈകാതെ എൻ്റെ അച്ഛൻ മരിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് നല്ല പ്രായമാ, 30 കടന്നിട്ടില്ല. ദാമ്പത്യ സുഖം നോക്കി വേറൊരുത്തനെ കല്യാണം കഴിക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? അർജുൻ, കണ്ടോ, അച്ഛന് പകരം വേറൊരാളെ പറ്റി പറഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് പൊള്ളി അല്ലേ? അമ്മയിപ്പം വിഴുപ്പെന്നും ശവമെന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയെ. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണിനെ എന്റെ അമ്മ ഇപ്പൊ പരിഹസിച്ചല്ലോ. അവളുടെ ബെഡ് പാൻ എടുക്കുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതൊക്കെ. ഉടലും ഉയരും തന്ന് നമ്മളെ സ്നേഹിച്ചൊരു പെണ്ണ് അങ്ങനെ കിടക്കുമ്പോ അവൾക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു ദാമ്പത്യ ബന്ധത്തിലും കിട്ടില്ലമ്മേ. അതൊക്കെ അറിയണമെങ്കിൽ മനുഷ്യനാവണം, മനുഷ്യൻ. അപ്പൊ ഇവിടെ അട്ടിപ്പേർ കിടക്കാൻ തന്നെയാണ് എന്റെ മകന്റെ തീരുമാനം അല്ലേ? മനുഷ്യത്വത്തിന് അമ്മയിട്ടിരിക്കുന്ന പേരതാണെങ്കിൽ അങ്ങനെ. പെരുവന്താനത്തുനിന്ന് പെണ്ണു വീട്ടുകാർ വിളിക്കും, ചെല്ലുന്നുണ്ടോന്ന് അറിയാനായിട്ട്. അപ്പോ ഞാൻ അവരോട് പറയാം മകൻ മരിച്ചു പോയെന്ന്. അച്ഛാ, ഞാനിതൊന്നും സമ്മതിച്ചിട്ടല്ല. ഇവിടെ ആരെയും പിടിച്ചു വച്ചിട്ടില്ല അച്ഛാ. ആർക്ക് വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും പോവാം. അച്ഛാ പ്ലീസ് അച്ഛാ. നന്നായി ആലോചിച്ച തീരുമാനം. വസുമതി പറഞ്ഞ പോലെ നിനക്ക് മുമ്പിൽ ഒരു ജീവിതമുണ്ട്. അത് പാഴാക്കിയല്ലോ എന്ന് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരരുത്. അച്ഛാ, ഇതൊന്നും ഞാൻ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കണം സാറേ. അയ്യോ, എന്തു പറ്റി സാറേ? ചെറിയൊരു വേദന പോലെ. അയ്യോ സാറേ, നമുക്ക് ആശുപത്രി പോവാം. ഇത് ഗ്യാസിന്റെ ആടോ? താൻ ഗുളിയെടുത്തോണ്ട് വാ. പൊന്നി, കുറച്ച് വെള്ളം എടുത്തേ.
പൊന്നി വേഗമാ. ആ ഇതാ ദേ, സാർ. ഇപ്പോ ആശ്വാസമുണ്ടോ സാറേ? ഈ നെഞ്ചിൽ തീ അണയണമെങ്കിൽ ഈ ശരീരത്തില് ശ്വാസം നിലയ്ക്കണം. ശ്വാസം നിലയ്ക്കണോടോ. അല്ല, ദക്ഷിണയുടെ കാര്യം? എടോ ഈ ദക്ഷിണ എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് തരാനുള്ളതാ, അല്ലാതെ വിലപേശി വാങ്ങാനുള്ളതൊന്നും അല്ല. അങ്ങനെ മനസ്സറിഞ്ഞ് തരാനാ പറഞ്ഞത്. ആ, അത് മനസ്സുണ്ടാവുമ്പം തരാം. ആ, ആന്റപ്പ മുതലാളി. ആ, സത്യഭാമയോ? ഇങ്ങോട്ടിരിക്കണം. സത്യാമ്മയുടെ മുൻപിലൊക്കെ ഇരിക്കാന്ന് പറഞ്ഞ അമിത വിനയവും കപടഭക്തിയും കാണിക്കുന്നവനെ സൂക്ഷിക്കണം ഭാമേ. ഇലക്ട്രോണിക് സാധനങ്ങളുമായി ഇന്നല്ലേ ആന്റപ്പന്റെ കണ്ടെയ്നർ വരുമെന്ന് പറഞ്ഞത്? ആ, ഇന്നാണെന്ന് തോന്നുന്നു. തോന്നുന്നോ? കണ്ടെയ്നർ വന്നിട്ട് പണം തരാന്നല്ലേ ആന്റപ്പൻ പറഞ്ഞത്? ആ, അതിനാ സാധനങ്ങളൊന്നും ഇറക്കാനുള്ള സാവകാശം താ സത്യാമ്മേ. പണം ഞാൻ തരാം. അതെ, ഇത്തിരി തിരക്കൊണ്ട് പോയിട്ട് നമുക്ക് പിന്നെ കാണാം. പൈസ എല്ലാവർക്കും കണ്ണതില്ല. എന്നാ ചോദിക്കുമ്പോഴാണെങ്കിലോ ഒരു ബഹുമാനമില്ല. ആന്റപ്പന്റെ കയ്യിൽ പിടിച്ച് മാമൂദീസ നടത്തിയതുപോലെയാ. വണ്ടി എടുക്കടാ. സത്യാമേ, ആ എച്ചിയായിട്ട് എന്താ ഇടപാട്? ഏയ്, ഒന്നുമില്ല. പണത്തിന്റെ ഇടപാട് വല്ലതും ആണെങ്കിൽ പോയെന്ന് കൂട്ടിയാ മതി. ആന്റപ്പന് കാശ് കൊടുക്കുന്നതും ആറ്റിക്കളയുന്നതും ഒരുപോലെയാണെന്നാ നാട്ടുകാർ പറയുന്നത്. അല്ല, ആന്റപ്പൻ എന്താ ഇവിടെ? അയാൾക്ക് ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ ആന്റപ്പൻ എന്തിലും വിശ്വാസമാണ്. തിരുമേനി ഒരു പാവമായതുകൊണ്ട് ദക്ഷിണയൊന്നും അത്ര നല്ല രാശിയല്ല സത്യാമ്മയെ കാണുന്നത്. ധനനഷ്ടം, മാനഹാനി, അപകീർത്തി, മനക്ലേശം എന്നിവയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. എന്താ തിരുമേനി അതിന് പരിഹാരം? പരിഹാരം എന്താണെന്ന് ആരായുന്നതിന് മുമ്പേ നിമിത്തം എന്താണെന്ന് അറിയണം സത്യാമ്മേ. എന്നാൽ പരിഹാരം എളുപ്പമാവും. നിമിത്തം എന്താണ്? പൂജകളും ഹോമങ്ങളും ഒക്കെ തന്നെ. എല്ലാം മുടങ്ങാതെ നടത്തുന്നുണ്ട് തിരുമേനി. പക്ഷേ ദൈവാധീനം കാണുന്നില്ലല്ലോ സത്യാമ്മേ.
അതെന്താ തിരുമേനി? ശാപങ്ങളും കണ്ണീരും ഒരുപാടുണ്ട് ആ വീടിനുമേൽ. ഒരു വിളക്ക് കത്തിച്ചിട്ട് ഇരുമ്പുമറ ഇടുന്നത് പോലെയാണ് സത്യാമ്മ ചെയ്യുന്ന ഹോമങ്ങളും പൂജകളും. ഇക്കണക്കിന് പോയാൽ വൈകാതെ ചവിട്ടി നിൽക്കുന്ന മണ്ണുകൂടി സത്യാമ്മയ്ക്ക് നഷ്ടമാകും. വാസസ്ഥലം ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരും. അവിടെയും സമാധാനം കിട്ടില്ല. ശിഷ്ടജീവിതം കഷ്ടമാകും. പൂജകളും ഹോമങ്ങളും ഒന്നും ഫലം കാണാത്തതിന് കാരണം എന്താണെന്ന് തിരുമേനി പറഞ്ഞ? തുറന്നു പറഞ്ഞാൽ കണ്ണീരുണങ്ങിപ്പിടിച്ച പണം കാണിക്കയിട്ടാൽ ദൈവപ്രസാദം ഉണ്ടാകില്ല സത്യാമ്മേ. ശാപവും കണ്ണീരുമൊക്കെ ഏതൊക്കെയെന്നും എന്തൊക്കെയെന്നും എനിക്ക് പറയാനാവില്ല. അത് സത്യാമ്മ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. എന്നെ കൊണ്ടുപോലെന്ന് പറ മോളെ. മകനെ കാണാതെ അലഞ്ഞുകൊണ്ട് തന്നെയാവും നിങ്ങളുടെ ചാവ്. ഒരു കൈക്കുഞ്ഞിനെ ആ വീടിന്റെ പടിയിറക്കി തെരുവിലേക്ക് വിട്ടിട്ടുണ്ടല്ലേ? ആ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പിറന്നതും സത്യാമ്മയുടെ അമ്മയുടെ പേരിട്ടതും യാദൃച്ഛികമല്ല സത്യാമ്മ. ശ്രീപാർവതി എന്ന പേര് മാത്രമേ അവൾക്കിണങ്ങൂ. സത്യാമ്മയുടെ അമ്മയുടെ ആത്മാംശം അവളിലുണ്ട്. അവളെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ സത്യാമ്മ സ്വന്തം അമ്മയെ അരമനയിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലെയായി. അന്നം കഴിക്കാൻ പ്രായമെത്താത്ത പ്രായത്തിൽ പടിയിറക്കപ്പെട്ട കുഞ്ഞ് ഒരു രാത്രി ഒരു തുള്ളി പാലിനായി കരഞ്ഞ് നിലവിളിച്ച് ഒരമ്പലത്തിൽ കഴിയേണ്ടി വന്നു. മറ്റെല്ലാ ശാപങ്ങളും കണ്ണീരും ദൈവം മറന്നാലും ഇത് പൊറുക്കില്ല സത്യാമ്മേ. തിരുമേനി, ഇതിന് പരിഹാരമായൊന്നുമില്ലേ? പരിഹാരം ഒന്നേ ഉള്ളൂ. തെരുവിലേക്ക് ഇറക്കിവിട്ട കുഞ്ഞിനെ തിരികെ ആനയിച്ച് മനസാ വാചാ മാപ്പു പറഞ്ഞ് അന്നം കൊടുക്കണം. കുട്ടിയുടെ ചോറൂൺ ചടങ്ങ് നടന്നിട്ടില്ലല്ലോ. വോ ഇല്ല തിരുമേനി. പക്ഷേ കടലുപോലെ കറുത്ത കാലമാണ് സത്യാമ്മയെ മുന്നിൽ. അതിനെ മറികടക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു പോംവഴിയില്ല. മറ്റു പൂജാവിധികൾ ഞാൻ പിന്നാലെ പറയാം. കുറുപ്പ് സാറിന് ഇനി എന്തെങ്കിലും വേണോ? കുറച്ച് വെള്ളം. ആ ശരി. രാജി, ഊണ് തയ്യാറെന്നുള്ള ബോർഡൊന്ന് മാറ്റിയേക്കണേ. 2 മണിയായതല്ലേ ഉള്ളൂ. ഇന്ന് നേരത്തെ കഴിഞ്ഞോ? 12 മണിക്ക് തുടങ്ങുന്നതല്ലേ കുറുപ്പ് സാറേ? പോരെങ്കിൽ ഇന്ന് ആളുകളും കൂടുതലായിരുന്നു. അപ്പോ ശാരദാമ്മയ്ക്കിപ്പോ കൊയ്ത്തുകാലമായെന്ന് ചുരുക്കം. സാറേ, അതൊക്കെ ആൾക്കാർക്ക് തോന്നുന്നതാ. ഹോട്ടല് ബിസിനസ് എളുപ്പം നടത്താവുന്ന പരിപാടിയാണെന്നാ എല്ലാവരുടെയും വിചാരം. എന്തായാലും വീട്ടിൽ കുറച്ച് ആഹാരം വെക്കണം, അക്കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വെച്ച് വിളമ്പിയാ പോരെന്നാ. പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴാ കരയ്ക്ക് നിന്നും പഠിച്ച നീന്തലൊന്നും പോരാന്ന് തോന്നുന്നത്. ഉരുളക്കിഴങ്ങിന് വില കൂടിയാലേ അത് വെച്ചുള്ള കറി വേണ്ടാന്ന് വെക്കാൻ വീട്ടില്. തക്കാളിക്കും മുരിങ്ങയ്ക്കും വില കൂടിയെന്നും പറഞ്ഞ് ഹോട്ടലില് സാമ്പാർ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ സാറേ? അത് പറ്റില്ല. ആ സാമ്പാറിന് എത്രയാ വില? ഇനിയിപ്പോ ചായയുടെ കാര്യമാണെങ്കിലോ 6 മാസം കൂടുമ്പോ പാലിന് വില കൂടും. കാലിത്തീറ്റയുടെ വില, പശുപരിപാലനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് കരുതി ചായക്ക് 50 പൈസ കൂട്ടാൻ പറ്റുമോ? ഹേയ്, എല്ലാം എനിക്കറിയാൻ ശാരദാമ്മേ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ.
രാജി നീ ആ ബോർഡ് മാറ്റിയില്ലേ? അയ്യോ, ഞാനിത് മറന്നു. ഒരു 3 ആൾ കൂടെ ഊണുണ്ടാവുമല്ലോ. കറികളുണ്ട് ശാരദാമ്മേ, ചോറ് തീർന്നു. അയ്യോ, പറഞ്ഞു വിടുന്നത് മര്യാദയല്ല. ഞാൻ അവരോട് കാര്യം പറഞ്ഞിട്ട് വരാം. അങ്ങോട്ടിരിക്കാം. ഒരു 10 മിനിറ്റ് ക്ഷമിക്കണേ, ചോറ് തീർന്നു പോയി. ഇപ്പൊ ആക്കി തരാം. നിക്ക, ഞങ്ങൾ ഇരിക്കാനും ഉണ്ണാനും ഒന്നും വന്നതല്ല, ജോലി ചെയ്യാൻ വന്നതാ. ഹോട്ടലിന്റെ ഭൂമി അളന്നു തിരിക്കാനോ? ആരോട് ചോദിച്ചിട്ട്? പറയണ്ടവര് പറഞ്ഞിട്ട് തന്നെയാ. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം. അതെ, നാട്ടു നടപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അയാൾ കൈവശം വെച്ചിരിക്കുന്നിടത്തോളം കാലം അളന്നു തിരിക്കണമെങ്കിൽ അയാളുടെയോ മറ്റവകാശികളുടെയോ സമ്മതം വേണം. അതല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാം. ഇതിപ്പോ ഏതാ വകുപ്പ്? സർക്കാരിന്റെ പദ്ധതിയൊന്നും അല്ല കുറുപ്പ് സാറേ. പിന്നെ അനന്തരാവകാശികളിൽ ഒരാൾ പറഞ്ഞിട്ട് തന്നെയാ. ദേ ആ നിൽക്കുന്ന കൊച്ച്. അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ഇവര് വന്നേ. മോളെ, എന്തിനു മോളെ? എനിക്ക് എന്റെ വീതം വേണോ അമ്മേ? നാട്ടു നടപ്പല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എല്ലാം അളന്ന് തിരിച്ച് കൈമാറുന്നതാ അതിന്റെ ഒരു മര്യാദ. എന്റെ നല്ല പ്രായമായത്. ഈ പ്രായത്തിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടേ കാര്യമുള്ളൂ. മൂക്കില് പല്ല് വരുന്ന കാലത്ത് കുറച്ച് ഭൂമി കിട്ടിയിട്ട് തെക്കേ മുറ്റത്ത് മാവ് വെട്ടിയിട്ട് ചിതയൊരുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അമ്മ എതിരെ ഇതെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? അമ്മേ, ശാരദാമ്മേ, അമ്മേ, അമ്മേ, എന്താ അമ്മേ? ശാരദാമ്മേ, അമ്മേ, ശാന്തി കുറച്ച് വെള്ളം എടുക്ക്. അമ്മേ, അമ്മേ വാ. ശാരദാമ്മേ, 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 അയ്യോ, ശാരദാമ്മേ, 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 ഇത് കുടിക്കൂ. മതിയോ? ഹോസ്പിറ്റലിലോ മറ്റോ പോണോ ശാരദാമ്മേ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നെഞ്ചുവേദന വല്ലതും? ഇല്ല, ചെറിയൊരു തളർച്ച പോലെ, അത്രേ ഉള്ളൂ. നിനക്ക് എന്തിന്റെ വീതാടി വേണ്ടേ? പറയടി. ഇത് വേണോ? അമ്മ, ഇവൾക്ക് ഇപ്പൊ എന്ത് വീതം കൊടുക്കാനുള്ളത്? 19 വർഷം മുമ്പ് അമ്മ ഒരു ചാണകം മെഴുകി ഓലപ്പുരയിലേക്ക് കേറി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പല്ലിയുടെയും പാറ്റയുടെയും പഴുതാറിന്റെയും വീതോ? അതോ അമ്മ ഒഴുക്കിയ കണ്ണീരിന്റെ വിയർപ്പിന്റെ പങ്കോ?
നല്ല ഡയലോഗ്. കൊച്ചിനെ ഇതാരാ പഠിപ്പിച്ചേ?